ഒരു സ്വഭാവം ശീലമായി കഴിഞ്ഞാൽ പിന്നെ അതിന് തടസ്സം വരുത്തുന്ന ഏത് സാഹചര്യവും നമ്മളെ അസ്വസ്ഥരാക്കും. രാവിലെ ഭാര്യ നൽകുന്ന ബെഡ് കോഫി കുടിച്ച് ശീലിച്ച ഒരാൾക്ക് ഉണർന്നാൽ ഉടനെ ഭാര്യ കാപ്പി കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾ അസ്വസ്ഥനാകും. ചിലപ്പോൾ ക്ഷുഭിതനായി എന്നും വരാം. കാപ്പി, സിഗരറ്റ്, ന്യൂസ് പേപ്പർ എന്നിങ്ങനെയുള്ള നിസ്സാര വസ്തുക്കൾ പോലും സമയത്തിന് ലഭിച്ചില്ലെങ്കിൽ അത് മനസ്സിനെ അസ്വസ്ഥമാക്കും. സന്തോഷവും സംതൃപ്തിയും ഇല്ലാതെയാവും. ഇങ്ങനെയുള്ള അനേകം ശീലങ്ങൾക്ക് അടിമകളായിരിക്കുകയാണ് നമ്മളെല്ലാം. നല്ല ശീലങ്ങൾ ജീവിതത്തിന് ദിശാബോധം നൽകുകയും നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. ചീത്ത ശീലങ്ങളാകട്ടെ മനസ്സിനെ ദുഷിപ്പിക്കുകയും ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കരുത്തില്ലാതെ അങ്ങനെയുള്ള ഒരു തലമുറയാണ് ഇന്ന് വളർന്നു വരുന്നത്, അല്ലെങ്കിൽ നാം വളർത്തിയെടുക്കുന്നത്. ഏത് സാഹചര്യത്തിലും എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അതിനെ മറികടന്ന് മുന്നോട്ട് കുതിക്കാനുള്ള കരുത്ത് നേടിയ മക്കൾ പണ്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വളർന്നു വരുന്ന മക്കൾ അങ്ങനെയല്ല. ഒരു നിസ്സാര കാര്യത്തെ പോലും നേരിടാനുള്ള കരുത്ത് അവർക്കില്ല. നാം അവരെ അങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. പഠിപ്പിക്കുന്ന അധ്യാപകൻ ചൂരലെടുത്ത് ഒന്ന് അടിച്ചു പോയാൽ കുട്ടി അത് വന്ന് വീട്ടിൽ പറയും. അതിൽ കേൾക്കേണ്ട താമസം രക്ഷിതാക്കൾ ഉടനെ സ്കൂളിലേക്ക് ഓടി അധ്യാപകനെ ചോദ്യം ചെയ്യുന്നു, പോലീസ് കേസാക്കുന്നു. ഇത് കുട്ടികൾക്കൊരു വളമാണ്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത്, എൻ്റെ കുട്ടിക്കാലത്ത് അധ്യാപകർ കയ്യിൽ നിന്ന് ധാരാളം അടി കിട്ടിയിട്ടുണ്ട്. അധ്യാപകരടിക്കുമ്പോൾ നോട്ടം കൂട്ടുകാരൻ്റെ മുഖത്തേക്കായിരിക്കും. അടി കിട്ടിക്കഴിഞ്ഞാൽ കൂട്ടുകാരന് മിഠായി വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. അതെന്തിനാ? കൂട്ടുകാരന് മിഠായി വാങ്ങിക്കൊടുക്കുന്നതല്ലേ. അവൻ വീട്ടിൽ പറയാതിരിക്കാനാണ്. അടി കിട്ടിയ വിവരം വീട്ടിലറിഞ്ഞാൽ അച്ഛനോടും അടി കിട്ടും. ഒരധ്യാപകൻ കുട്ടിയെ വെറുതെ അടിക്കുമോ? എൻ്റെ രക്ഷിതാക്കൾ അത് മനസ്സിലാക്കാത്തത്? അതുകൊണ്ട് തന്നെ സ്കൂളിൽ കുട്ടികൾ റൗഡിത്തരങ്ങൾ തുടങ്ങി. 7ലും 8ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ റൗഡികളായി മാറി. സഹപാഠികളെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ മർദ്ദിക്കുന്നത് നാം വാട്സാപ്പിൽ കാണാറുണ്ടല്ലോ. ഒരു കുട്ടിയെ 4ഉം 5ഉം കുട്ടികൾ ചേർന്ന് ക്രൂരമായി അടിച്ച് ചതയ്ക്കുന്നത് നാം ഈ അടുത്ത് കണ്ടല്ലോ. എവിടെ നിന്നാണ് ഈ ധൈര്യം കുട്ടികൾക്കുണ്ടായത്? സമൂഹം അങ്ങനെയാക്കി എടുത്തു. ദുഷ്ടജന്തുക്കൾക്ക് ജന്മനാ ഹിംസ സ്വഭാവമുണ്ടെങ്കിലും ഒളിവിലിരുന്ന് അത് പ്രതികാരം ചെയ്യാറില്ല. സർപ്പത്തെ ചവിട്ടിപ്പോയാലേ ഉപദ്രവിക്കുകയും ചെയ്യൂ, അതങ്ങനെ കടിക്കുകയുള്ളൂ. എന്നാൽ മനുഷ്യരിൽ ചിലർ അങ്ങനെയല്ല. അവർ ചതിയരും വഞ്ചകരും പ്രതികാരദായികളുമാണ്. സത്യധർമാദികൾ സദ്ഗുണങ്ങൾ കൈവടിഞ്ഞ മനുഷ്യന് ദുഷ്ടനായ മൃഗത്തെക്കാളും അപകടകാരിയാണ്. മനുഷ്യനിൽ നന്മയും തിന്മയും ഉണ്ട്. നന്മ നിറഞ്ഞ മനുഷ്യൻ സദ്ഗുണങ്ങൾ കൊണ്ട് സമ്പുഷ്ടനാകണമെങ്കിൽ തിന്മയ്ക്കടിമയായവർ സമൂഹത്തിൻ്റെ വിനാശകാരികളാണ്. നിർഭാഗ്യവശാൽ ഇന്ന് ഇവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അവർ സത്യവും ധർമ്മവും മാനിക്കാത്തവരാണ്. അവരെ നാം ഭയപ്പെടണം, അല്ലെങ്കിൽ അവരുടെ ഉപദ്രവത്തിന് നാം ഇരയാകേണ്ടി വരും. നമ്മുടെ നാട്
എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് പടച്ച തമ്പുരാൻ പോലും അറിയാത്ത അവസ്ഥയിലായി. സ്കൂളിൽ നിന്ന് നല്ല പാഠങ്ങൾ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങേണ്ട കുട്ടികൾ ഇന്നില്ലാതെ പോയി. എത്ര ദുഃഖകരമായ കാര്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചെറുപ്രായത്തിലെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ക്രിമിനൽ ബുദ്ധികൾ ഉണ്ടായാൽ എന്താ ചെയ്യുക? അവരെ സംരക്ഷിക്കാൻ ആളുകളുണ്ട്. തല്ലുകൊണ്ടവനല്ല സഹായം, തല്ലിയവനാണ് സഹായം. ആ ഒരവസ്ഥയിലേക്ക് നമ്മളൊക്കെ എത്തിപ്പെട്ടു. മക്കളെ സ്കൂളിലേക്ക് അയക്കുന്ന രക്ഷിതാക്കളുണ്ട്. അവരൊക്കെ ഒന്ന് വെറുതെ ഈ കാര്യത്തെ ചിന്തിക്കുക.